പറയുന്നത്. റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വീടുകളെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് നായ ഉള്ള വീട്, ഒന്ന് വാപ്പാന്റെ ഉമ്മാന്റെയും കുടുംബക്കാരെയൊക്കെ ഫോട്ടോ ചുവരിൽ വെച്ചിരിക്കുന്ന വീട്. രണ്ടാമത് പറഞ്ഞ വീട് കുറവാണ്. ഇപ്പൊ അങ്ങനെ ചുവരുകളിൽ ഫോട്ടോ ഒന്നും വെക്കലില്ല, മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് മൊബൈലിൽ കൊണ്ട് ഇങ്ങനെ നടക്കലാണ്. ആദ്യം പറഞ്ഞത് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അത് ഇസ്ലാമിൽ അനുവദനീയമായ നായ വളർത്തൽ അനുവദനീയമായ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെ അനുവദനീയമാക്കി നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങണ്ട, അതങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ. ഇത് രണ്ടല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വേറെ കുറെ സ്ഥലങ്ങളുണ്ട്, വീടുകൾ. റഹ്മത്തിന്റെ മലക്കുകൾ തിരിഞ്ഞു നോക്കാത്ത കുറെ വീടുകളുണ്ട്, പരിഗണിക്കൂല. അത് പരിസരത്ത് പോലും ആ മലക്കുകൾ വരൂല, അത്രയ്ക്ക് ഉറപ്പാണ് അവർ. ചില വീടുകൾ, അതിൽ രണ്ട് വീടിനെ എന്ന് പറയാം, അത് കഴിയുമ്പോ സമയം കഴിയും. രണ്ട് വീടുകളെ പറയാം, റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത രണ്ട് വീട്. ഒന്ന് ഇന്നൽ മലായികത ലാ തൻസിലു അലാ ബൈത്തിൻ വഫീഹി മഖാത്തിഉ റഹീം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവർ താമസിക്കുന്ന വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ആയത്തുൽ കുർസി എഴുതി വെച്ചാലും മുടങ്ങാതെ കൃത്യമായി ആ വീട്ടിന്റെ അകത്ത് നിങ്ങൾ നമസ്കാരം നടത്തിയാലും അവിടെ ഖുർആൻ ഓതൽ നടത്തിയാലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. കുടുംബ ബന്ധം മുറിക്കുന്നവരുടെ വീട്ടിൽ വരൂല, കുടുംബ ബന്ധം മുറിക്കുന്നവരുള്ളവരുടെ വീട്ടിൽ വരൂല. ഇന്ന് നമ്മുടെ മക്കൾക്കറിയുമോ, വാപ്പയുടെ ബന്ധുക്കളെ, ഉമ്മയുടെ ബന്ധുക്കളെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഓർമ്മയുണ്ടോ വാപ്പയുടെ അനുജനാരാൻ, വാപ്പയുടെ ജ്യേഷ്ഠനാരാൻ, ഉമ്മയുടെ അനുജനാരാൻ, ഉമ്മയുടെ ഉമ്മയാരാൻ, അവരുടെ പേരെന്താണ്? നമ്മുടെ മക്കൾക്ക് ആർക്കറിയാം? വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പ് എന്നതിനപ്പുറം ഒരു ബന്ധത്തിന്റെ ആഴവും നമ്മുടെ മക്കൾക്കറിയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നല്ല മനോഹരമായ തലയിൽ കെട്ടൊക്കെ ധരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രായം ചെന്ന ഒരു പിതാവിനെ കണ്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി ചെന്നിട്ട് ഈ തലയിൽ കെട്ടെടുത്ത് തലയിലേക്ക് വെച്ചു കൊടുത്തു. സഞ്ചരിച്ചു കൊണ്ടുവന്ന കഴുതയെ ആ ഉപ്പാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എടുത്തുകൊള്ളുക. കൂടെ വന്നവര് ചോദിച്ചെന്തു പറ്റിപ്പോയി ഇബ്നു ഉമറേ? ആ വിലപിടിപ്പുള്ള തലയിൽ കെട്ടും ആ വാഹനവും എന്തിനാണ് ആ പ്രായം ചെന്ന കിളവന് കൊടുത്തത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാരെന്നറിയോ? എന്റെ വാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു, എന്റെ വാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. വാപ്പാന്റെ കൂട്ടുകാരനെ ഞാൻ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പാന്റെ കൂട്ടുകാരന്റെ കാര്യമാണ്, അനുജനും ജ്യേഷ്ഠനുമല്ല, കൂട്ടുകാരന്റെ. എത്ര നിസ്സാര കാര്യത്തിനാണ് പിണക്കം. താത്തമാരാണ് ഇണങ്ങാൻ അനുവദിക്കാത്തത്. ഇനിയെങ്ങാണം ആ വീടിന്റെ പടി നിങ്ങൾ കയറിയെന്ന് ഞാൻ അറിഞ്ഞ ഈ സൂറ ഉണ്ടല്ലോ, സൂറ എന്റെ വീട്ടിൽ പോയി മക്കളെ വെട്ടിയെടുത്തു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഈ ഷാരൂഖ് ഖാൻ അങ്ങ് പേടിച്ചു പോകും. അതാ വലിയ ധൈര്യവും മസിലും ഒക്കെ ഉണ്ടാവും. താത്താരെ ഒറ്റ ഡയലോഗിൽ പേടിച്ച് കഴിഞ്ഞു. നമ്മളെത്ര ബന്ധങ്ങളാ. ഭർത്താവിന്റെ ആയുസ് നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ മക്കൾ യതീമാകാതെ ജീവിക്കണോ? ഭർത്താവിനെ കൊണ്ട് ഭർത്താവിന്റെ ഉമ്മാടെ അടുത്തേക്ക് നിങ്ങൾ പോണം. ചിലപ്പോഴേ ഉള്ളൂ പോണം. എല്ലാ വെറുപ്പും മറക്കണം, എല്ലാ അകൽച്ചയും മറക്കണം, പോണം. എന്ത് സംഭവിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്കത് പറയാം. ഭർത്താവിന്റെ ഉമ്മ ഉണ്ടല്ലോ, രാക്ഷസി. പെരുന്നാളിന്റെ അന്നാണ് എന്നെ മക്കളെയും ഭർത്താവിനെ അടിച്ചിറക്കിയത്. ആയിക്കോട്ടെ, എന്നാലും അടുത്ത പെരുന്നാളിന് അസ്സലാമു അലൈക്കും, ഭർത്താവിന്റെ ഉമ്മായ മാമിയെന്നാണോ ഉമ്മാന്നാണോ എന്താന്ന് അങ്ങനെ വിളിക്കാം. ചെന്നിട്ട് പറയാം അസ്സലാമു അലൈക്കും, പൊരുത്തപ്പെടണം. അവരിങ്ങോട്ട് മിണ്ടണ്ട, പൊരുത്തപ്പെടില്ല, ഇറങ്ങിപ്പോടി, മറ്റവളെ മറിച്ചവളെ ഒക്കെ പറയട്ടെ, ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കുക. അസ്സലാമു അലൈക്കും, തിരിച്ചു വരിക. നീ പോകാതിരിക്കരുത്, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. അവരെന്തോ ആയിക്കോട്ടെ, ഫസാദ് പറയട്ടെ, ഈവത്ത് പറയട്ടെ, കുടുംബ ഗ്രൂപ്പിൽ അതും ഇതും പറയട്ടെ, ഒക്കെ ചെയ്തോട്ടെ. നീയും നിന്റെ ഭർത്താവും ആ വിഷയത്തിൽ ക്ലിയർ ആയിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പിണക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ കാരണം ഉണ്ടാകരുത്, നിങ്ങളുടെ മക്കളെ അത് ബാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ ഉള്ളത് കൊണ്ട് മക്കൾ ഒറ്റയ്ക്ക് ജീവിച്ചോളും, അവരാരെ സഹായം വേണമെന്നൊക്കെ തോന്നലാണ്. ഒരിക്കലും നടക്കൂല. സ്നേഹം, ബന്ധം, ആഴമൊക്കെ
പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധുക്കളെ സ്നേഹിക്കേണ്ടവർ ഉപദ്രവിച്ചു. ഏറ്റവും അധികം സ്നേഹിക്കേണ്ട പൊന്നാര ഉമ്മ, ഏറ്റവും ഒരു സ്നേഹം ഒരു മകന് കിട്ടേണ്ട പ്രധാനപ്പെട്ട സമയത്ത് ആ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിയാൻ വാപ്പ വേണം, വാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ ഉള്ളിൽ നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കൂരുത്ത്. സഹിക്കാൻ പറ്റൂല. ആ വരി എങ്ങനെയാണ്? അല്ലാഹുവേ, ആ അബവാ എന്ന സ്ഥലത്ത് ഇപ്പോഴും ചെല്ലുമ്പോ കാല് വറച്ചു പോകും. മുത്ത് റസൂലിന്റെ ഉമ്മ കിടക്കണ സ്ഥലല്ലേ അല്ലാഹ്, അവിടെ ചെല്ലുമ്പോ നെഞ്ചു പൊട്ടിപ്പോകും. ആ ഖബറിന്റെ ചാരത്തിൽ നിന്ന് മുത്തൊളി ദീപത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ആ ഖബറിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കുടുംബ ബന്ധത്തിന്റെ രാജ്ഞി ഉമ്മയാണ്, രാജാവ് അബ്ബയാണ്. പിന്നെ അവരുടെ ബന്ധത്തിൽപ്പെട്ട സർവരെയും സ്നേഹിക്കണം. പിണങ്ങരുത്, പിണങ്ങരുത്. അവരിങ്ങോട്ട് പിണങ്ങട്ടെ, അവര് വഴക്കിടട്ടെ, അവര് കല്യാണം പറയാതിരിക്കട്ടെ, അവര് അകന്നകന്നു പോകട്ടെ. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 5 നേരം നിസ്കരിക്കുന്ന, ഈ പള്ളിക്കു വേണ്ടി പണിയെടുത്ത കഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നിഷ്കളങ്കമായി ഖിദ്മത്ത് ചെയ്യുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വീടുകൾ തോറും വരുന്നതാണ്. കുടുംബ ബന്ധം മുറിച്ചവരുടെ വീട്ടിലേക്ക് വരൂല. റഹ്മത്തിന്റെ മാലാഖമാര് വന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് നോക്കൂല. അല്ലാഹുവിന്റെ റസൂല് നോക്കിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവൂല. അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നമ്മുടെ വീട് ഇരുണ്ടുപോകും. നമ്മുടെ വീട് ജഹാലത്തിന്റെ വീടാകും. ആ വീട്ടിൽ നിന്ന് മരണപ്പെടുന്നവരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലല്ല മോളെ, നരകത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ട് തള്ളും. പള്ളിക്കബറിന്റെ കുണ്ടില്. അല്ലാഹുവേ കാക്കണേ റബ്ബേ, പടച്ചവനെ കാക്കണേ അല്ലാ. അതുകൊണ്ട് സന്തോഷത്തിന്റെ ഭവനമായിരിക്കണം. ഒരിക്കലും ബന്ധങ്ങൾ അഹങ്കാരത്തിന്റെ പേരിലാണ് ബന്ധങ്ങളെ മുറിച്ച് കളയുന്നത്. പണമുണ്ട്, എന്റെ ഭർത്താവിന് കഴിവുണ്ട്, 3 ജന്മം ജീവിക്കാനുള്ള പണമുണ്ട്. എത്ര ജന്മം ജീവിക്കാനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. തിരുവനന്തപുരം RCCയിൽ ഈ ചങ്ങനാശ്ശേരി പായിപ്പാടുന്ന് ബസ്സിലൊന്ന് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി RCCയിൽ ഒന്ന് ചെല്ലും. കയറിപ്പോകുന്നതിന് കുറെ മാനദണ്ഡങ്ങളും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊതുവായ വാർഡിൽ കയറാൻ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോടൊന്ന് സംസാരിച്ച് ആരെങ്കിലും കിടക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കയറിക്കോളെ. ആരും കിടക്കണ്ട, വെറുതെ കയറിക്കോളെ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ. അല്ലാഹുവേ, എന്നോട് സ്നേഹസാഗരത്തിന്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ, നമ്മുടെ ഒരു രോഗി ICU വാർഡിലാണ്. അവർക്ക് വേണ്ടിയിട്ട് ദിവസം 4000 രൂപയാണ് ഉസ്താദേ ചെലവ്. എന്നോട് ആ സഹോദരൻ പറയാണ്, മരിക്കാൻ വേണ്ടി ഉസ്താദിന് ദുആ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുമോ? കാരണം ചെലവിന് വരുന്ന പൈസ പോലും ഈ ചികിത്സയ്ക്ക്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. നമുക്ക് റോഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ശരീരം ഇങ്ങനെ കൊഴിഞ്ഞ് മരിക്കാറായി കിടക്കുന്ന, അതിനെ നോക്കേണ്ട നമ്മളാണ്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഇൻഷാ അല്ലാഹ് സഹായിക്കാം എന്ന് പറഞ്ഞു. കാരണം അവരും അടുത്ത്, എത്ര ബന്ധുക്കളും അടുക്കൂലേ. ഡയാലിസിന് കൊണ്ടുപോയ ഭർത്താവിന് ഡയാലിസിന് കൊണ്ടുപോകുന്ന ഭാര്യ പറയാണ്, അൽ ജവാബ് ചാനലിലേക്ക്, ജയ്ഹിന്ദ് ചാനലിലേക്ക് കത്തെഴുതിയതാണ്, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യണം. കാരണം ഇനി എന്റെ ഭർത്താവിനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ആദ്യം പണവും പവറൊക്കെ ഉള്ളപ്പോൾ നല്ല ജാടയും ഇതൊക്കെ കാണിക്കും. പക്ഷെ എല്ലാം അവസാനിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഒരു ചെറിയ ഒരു പ്രതിസന്ധി തന്നാൽ മതി, ഒരു ചെറിയ പ്രയാസം തന്നാ മതി, ഒരു രോഗാണു ശരീരത്തിലേക്ക് കടന്നാ മതി, കാർകൂന്തൽ ഇങ്ങനെ കൊഴിയുന്നത് കാണാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. കഴിഞ്ഞ ആഴ്ചയിലെ വെള്ളിയാഴ്ച രാവിലെ സ്നേഹസാഗരത്തിന്റെ ചിലവ് നടത്തിയത് 4 മക്കളെ പ്രസവിച്ചിട്ട് 4
4 മക്കളും മരിച്ചുപോയ ഉമ്മയാണ്. 4 മക്കളും മരിച്ചുപോയ ഉമ്മയാണ്. ഒരു മക്കളെ പോലും സന്തോഷത്തോടെ വളർത്താനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തില്ല. ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് ബിരിയാണി വെച്ചു കൊടുത്തിട്ട് അവരോടൊപ്പം ഇരുന്ന മക്കളുടെ ദറജ ഉയർത്താൻ വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ പായിപ്പാട്ടുകാരെ നിങ്ങൾ ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ പള്ളി ഖത്തീബ് ഭയങ്കരനായ സിറാജുദ്ദീൻ ഉസ്താദ് അവറുകൾ പ്രസംഗത്തിന് പോകുമ്പോ നിങ്ങൾക്ക് ദുആ കിട്ടുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുമല്ലോ. നിങ്ങൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമല്ലോ. ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പള്ളിക്ക് വേണ്ടിയിട്ടൊന്ന് കൈനീട്ടുകയാണ്. ഈ പള്ളി കാണുമ്പോ അഭിമാനമുണ്ട്, അതുകൊണ്ടാണ് കൈനീട്ടുന്നത്. സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് നിങ്ങൾ ചെടിച്ചട്ടി കൊടുത്തവരാണ്, നിങ്ങൾ മനസ്സ് കൊടുത്തവരാണ്, നിങ്ങൾ സ്വർണം കൊടുത്തവരാണ്, നിങ്ങൾ സ്വതക്ക കൊടുത്തവരാണ്. പായിപ്പാട് പള്ളിക്ക് വേണ്ടി ആ പള്ളിയുടെ അഭിമാനം കണ്ടു മനസ്സു പുളകം കൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ അല്ലാഹുവേ, ഈ നാവുകൊണ്ട് പ്രസംഗിച്ചിട്ട് എന്താണ് പായിപ്പാട് പള്ളിക്ക് വേണ്ടിയിട്ട് സഹോദരിമാരിൽ നിന്ന് വാങ്ങിക്കൊടുത്തതെന്ന് നാളെ പരലോകത്ത് പറയാൻ പറ്റുന്ന ഒരു സ്വതക്ക. എത്ര പള്ളികൾക്ക്, എത്ര മദ്രസകൾക്ക്, എത്ര അനാഥാമന്ദിരങ്ങൾക്ക്, എത്ര അറബി കോളേജുകൾക്ക് അല്ലാഹുവേ ഈ നാവുകൊണ്ട്, ഈ കൈ കൊണ്ട് എത്രയോ ശരീരം ഇങ്ങനെ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണം കൈക്കൊമ്പിൽ നിറച്ച് നിറച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് കാലമായി ഞാൻ ഈ ഭാഗത്ത് പ്രസംഗത്തിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥന കൂടി പറഞ്ഞു തരാനുണ്ട്. ഈ പള്ളി ഇങ്ങനെ നിൽക്കുമ്പോ, ജിഫ്രിത്തങ്ങൾ വരുമ്പോ, ഉദ്ഘാടനം നടക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ബാധ്യതയില്ലാത്ത വിധത്തിൽ അത് ഏറ്റെടുക്കാൻ കുറെ ആളുകൾ വാഗ്ദാനമെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന വിധത്തിൽ സന്തോഷം പൂർത്തിയാകട്ടെ. അള്ളാന്റെ കടം തീർത്തു കൊടുക്കുന്നവരുടെ കാര്യത്തിൽ അല്ല ഇടപെടുന്നതാണ്. പടച്ചവന്റെ പള്ളിയാണ്. കൂട്ടുകാരന്റെ പുരതാമസത്തിന് കൊണ്ട് കൊടുക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ശരീരത്തിൽ രോഗം തരേണ്ടത് അല്ലാഹുവാണ്, മാറ്റേണ്ടത് അല്ലാഹുവാണ്, ബറക്കത്ത് തരേണ്ടത് അല്ലാഹുവാണ്, സന്തോഷം തരേണ്ടത് അല്ലാഹുവാണ്, മക്കളെ കാക്കേണ്ടത് അല്ലാഹുവാണ്, അപകടം കൊടുക്കുന്നത് അല്ലാഹുവാണ്, സംരക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. ആ പടച്ചവന്റെ വീടിന്റെ കടം തീർക്കാൻ സഹോദരിമാരോട് പറയുകയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ ആര് ചോദിച്ചിട്ടും കൊടുക്കാത്ത, ഒരാവശ്യത്തിനും എടുത്തു കൊടുക്കാത്ത സ്വർണ്ണാഭരണം ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്. പരലോകത്ത് അല്ലാഹുവിന്റെ കഅബാലയത്തിനോടല്ല ചോദിക്കും, എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? കഅബാലയം 2 കാര്യം പറയും, അല്ലാഹ്, ഒന്ന്, എന്നെ നിയ്യത്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് മരിച്ചുപോയവർക്ക് നീ കൊടുത്ത ഒരു വാക്കുണ്ട്, സ്വർഗം കൊടുക്കാമെന്ന്. അത് കൊടുക്കണേ പടച്ചോനെ, അത് കൊടുക്കണേ അല്ലാഹ്. രണ്ടാമത്തത്, ലോകത്തുള്ള എല്ലാ പള്ളികളും അവരിഷ്ടപ്പെട്ടവരുടെ പേര് പറയുമ്പോ അവരെ പരിഗണിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പള്ളിയുടെ ചുവരുകൾക്ക് ചിലപ്പോ ചില ആളുകളുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ടാകും. ഈ പള്ളിക്കറിയാം ഇത് പടച്ചവനുള്ളതാണ്, പ്രസിഡന്റിനല്ല, സിറാജുദ്ദീൻ കാസിമിക്കല്ല. ഇവിടെ നിന്ന് കുറെ കാലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ എന്റെ പള്ളിയാണെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പ്രസിഡന്റിനില്ല, കാസിമിക്കില്ല, സെക്രട്ടറിക്കില്ല, നിങ്ങൾക്കില്ല. എന്റെ പള്ളി എന്ന് പറയാൻ അല്ലാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ.